Learning, powered by Elegant Central Education and Research Center. ഹായ് കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്ററായ മോഷൻ ആൻഡ് ഫോഴ്സ്, ചലനവും ബലവും എന്ന് പറഞ്ഞ പാഠഭാഗമാണ്. നമ്മുടെ ഈ ലോകത്തിൽ ചലിക്കാത്തതായിട്ടൊന്നുമില്ല അല്ലേ? ചലിക്കാതെ ഒരു വസ്തുവിനും നിലനിൽക്കാനാവില്ല അല്ലേ? സൂര്യന് ചുറ്റും ഭൂമി ചലിച്ചില്ലെങ്കിൽ അത് സൂര്യൻ്റെ ഗുരുത്വാകർഷണത്തിൽ പെട്ടിട്ട് സൂര്യനിൽ വീണടിഞ്ഞിട്ട് കത്തിപ്പോയേനെ അല്ലേ? അങ്ങനെയാണെങ്കിൽ മലയും മരവും പാറക്കെട്ടും ഒക്കെ ചലിക്കുന്നുണ്ടെന്നായിരിക്കും നിങ്ങളുടെ സംശയം. അവയിലെ ആറ്റങ്ങളും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിക്കുന്നത് ചലനത്തെക്കുറിച്ച്, ചലനവും ബലവും തമ്മിലുള്ള ബന്ധം എന്താണ്, അതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ്സിൽ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് പാഠഭാഗത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഈ പാഠത്തിൽ ഫസ്റ്റ് പഠിക്കുന്നത്, ഇവിടെ കുറച്ച് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിച്ചോ? എന്തിൻ്റെയൊക്കെ ചിത്രം ഇവിടെ തന്നിരിക്കുന്നത്? എന്തിൻ്റെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്? നോക്കൂ. ഒരു ജൈൻറ്റ് വീല് കറങ്ങുന്നതുണ്ട്, ഒരു കുതിരയിൽ ഒരാൾ പോകുന്നുണ്ട്, പിന്നെ മരത്തടി വെച്ചിട്ട് ഒരാൾ ഡ്രൈവ് ചെയ്തിട്ട് ലോറിയിൽ പോകുന്നുണ്ട്, പിന്നെ കിളി മരച്ചില്ല കുഞ്ഞു കുഞ്ഞു ചില്ലകൾ എടുത്തിട്ട് പറക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ടേബിളിൽ പുസ്തകം ഇരിക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയും ചിത്രങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ? ഏതൊക്കെ? ചൈൽഡ് സിറ്റിംഗ് ഓൺ എ മൂവിങ് ജൈൻറ്റ് വീൽ, എ പേഴ്സൺ റൈഡിങ് ഓൺ എ ഹോഴ്സ്, ലോഗ് ഓഫ് ഫുഡ് ഇൻ എ മൂവിങ് ലോറി, ട്വിഗ് ഇൻ ദ ബീക്ക് ഓഫ് എ ഫ്ലൈയിങ് ബേർഡ്, മോഷൻ ഓഫ് പ്ലാനറ്റ്സ് ഇൻ ദ സോളാർ സിസ്റ്റം, എ ബുക്ക് ഓൺ എ ടേബിൾ. ഇതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്ത്? ഒബ്ജക്ട്സ് ചേഞ്ചിങ് പൊസിഷൻ റിലേറ്റീവ് ടു സറൗണ്ടിങ്സ് ആൻഡ് ഒബ്ജക്ട് നോട്ട് ചേഞ്ചിങ് പൊസിഷൻ റിലേറ്റീവ് ടു സറൗണ്ടിങ്സ്. അതായത് നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഒബ്ജക്റ്റ്, അതായത് ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നവയും അല്ലെങ്കിൽ ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറാത്തതുമായിട്ടുള്ള സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് പട്ടികപ്പെടുത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്ന ഏതൊക്കെയാണ്? ഇപ്പം നമ്മൾ കുറച്ച് ചിത്രങ്ങൾ കണ്ടില്ലേ? അപ്പോൾ അതിൽ ഏതൊക്കെയാണ് ഒബ്ജക്ട്സ് ചേഞ്ചിങ് പൊസിഷൻ റിലേറ്റീവ് ടു സറൗണ്ടിങ്സിനനുസരിച്ച് അല്ലെങ്കിൽ ചുറ്റുപാടിനനുസരിച്ച് എന്ത് മാറുന്നത്? പൊസിഷൻ മാറുന്നത് അല്ലെങ്കിൽ സ്ഥാനം മാറുന്നതായിട്ടുള്ള ഒബ്ജക്റ്റ് ഏതൊക്കെയാണ്? റണ്ണിങ് ഹോഴ്സ് അല്ലേ? ചുറ്റുപാടിനനുസരിച്ച് എന്ത് മാറും? പൊസിഷൻ മാറുന്നുണ്ട് അല്ലേ? ഫ്ലൈയിങ് ബേർഡ് അല്ലേ? അടുത്തതോ റണ്ണിങ് ലോറി അല്ലേ? അതെന്താണ്? ചുറ്റുപാടിനനുസരിച്ച് എന്ത് മാറുന്നുണ്ട്? അതിൻ്റെ പൊസിഷൻ മാറുന്നുണ്ട്. നെക്സ്റ്റ്, ഒബ്ജക്ട് നോട്ട് ചേഞ്ചിങ് പൊസിഷൻ റിലേറ്റീവ് ടു സറൗണ്ടിങ്സിനനുസരിച്ച് നമ്മുടെ പൊസിഷൻ മാറാത്തത് ഏതൊക്കെയാണ്? ടേബിൾ, ബുക്ക്, ജൈൻറ്റ് വീൽ, ലോക്സ്, ഇതൊക്കെ ഉണ്ട് അല്ലേ? ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്? ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നവ എന്ത് സ്റ്റേറ്റിലാണ്? അവർ ചലനാവസ്ഥയിലാണല്ലേ? ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നവ എന്തവസ്ഥയിലാണ് നിൽക്കുന്നത്? ചലനാവസ്ഥയിലാണ് അല്ലേ? സ്ഥാനം മാറാത്തവയോ നിശ്ചലാവസ്ഥയിലാണ് നമ്മൾ പരിഗണിക്കുന്നത് അല്ലേ? ഓക്കെ. Objects that change the position with respect to the surroundings are considered to be in motion. Objects that change in the position with respect to the surroundings are considered to be motion. അതായത് എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? ചുറ്റുപാടിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നവ ഏത് സ്റ്റേറ്റിലാണ്? മോഷനിലാണ്, ചലനാവസ്ഥയിലാണ്. While those that do not change position are considered to be stationary. അതായത് എന്താണ്? ചുറ്റുപാടിനെ അപേക്ഷിച്ചിട്ട് സ്ഥാനം മാറാത്തതാണ് ഇത്. ഏത് പൊസിഷനിലാണ്? ഏത് സ്റ്റേറ്റിലാണ്? നിശ്ചലാവസ്ഥയിലാണ്. സോ അതിന് എന്താ പറയുന്നത്? സ്റ്റേഷനറി എന്ന് പറയും. ഇതാണ് while those that do not change position are considered to be stationary. Objects that do not change the position with respect to the surroundings is considered to be stationary. Objects that change the position with respect to the surroundings are considered to be motion. Okay.
ഇനി നമ്മൾ മുകളിൽ കുറച്ച് എക്സാമ്പിൾ കണ്ടില്ലേ, ആ എക്സാമ്പിളിൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, കറങ്ങുന്ന ജൈൻറ്റ് വീലിലിരിക്കുന്ന ഒരു കുട്ടി. ആ കുട്ടി തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ, അല്ലെങ്കിൽ തറയിൽ നിൽക്കുന്ന ആളെ അപേക്ഷിച്ച് ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ, ഈ സന്ദർഭങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ചലനാവസ്ഥ അല്ലെങ്കിൽ മോഷനാണോ സ്റ്റേഷനറിയിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്നുള്ളത് നമ്മളോട് ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓക്കെ, ചൈൽഡ് ഓൺ എ മൂവിങ് ജൈൻറ്റ് വീൽ, ചൈൽഡ് സിറ്റിംഗ് നിയർ ബൈ, ഏതാ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് അല്ലേ, അവരെന്താണ് നിശ്ചലാവസ്ഥയിലാണ്. തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയെ അപേക്ഷിച്ച് എന്താണ്, കറങ്ങുന്ന ജൈൻറ്റ് വീലിലെ കുട്ടി എന്താണ്, നിശ്ചലാവസ്ഥയിലാണ്. അടുത്തതോ, തറയിൽ നിൽക്കുന്ന ആളെ അപേക്ഷിച്ചിട്ട് ജൈൻറ്റ് വീലിലെ കുട്ടി എങ്ങനെയാണ് ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ, ചലനാവസ്ഥയിലാണല്ലേ, സ്റ്റേറ്റ് ഓഫ് മോഷനാണല്ലേ. നെക്സ്റ്റ്, പേഴ്സൺ റൈഡിങ് എ ഹോഴ്സ്, ഹോഴ്സ് എങ്ങനെയായിരിക്കും, അപ്പോൾ അതായത് കുതിരസവാരി ചെയ്യുന്ന ആള് കുതിരയെ അപേക്ഷിച്ച്, ഹോഴ്സിനെ അപേക്ഷിച്ച് എങ്ങനെയായിരിക്കും, കുതിരസവാരി ചെയ്യുന്ന ആള് നിശ്ചലാവസ്ഥയിലാണ് അല്ലേ. എന്നാൽ തറയെ അപേക്ഷിച്ചിട്ടോ ആള് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, ചലനാവസ്ഥയിലാണ്. കുതിരസവാരി ചെയ്യുന്ന ആള് എന്ന് പറയുന്നത് കൂടി വായിക്കാം. എ പേഴ്സൺ റൈഡിങ് എ ഹോഴ്സ്, ഹോഴ്സിനെ അപേക്ഷിച്ചിട്ട് എങ്ങനെയാണ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. ഗ്രൗണ്ടിനെ അപേക്ഷിച്ച് സ്റ്റേറ്റ് ഓഫ് മോഷനാണ്. നെക്സ്റ്റ്, ടിഗ് ഇൻ ദ ബീക്ക് ഓഫ് ഫ്ലൈയിങ് ബേർഡ്, അതായത് പറക്കുന്ന കിളിയുടെ കൊക്കിലെ മരച്ചില്ല. കിളിയെ അപേക്ഷിച്ച്, ദ ബേർഡിനെ അപേക്ഷിച്ചിട്ട് എന്താണ്, ആ ചില്ല ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ദ ഗ്രൗണ്ട്, ഗ്രൗണ്ടിലാണെങ്കിലോ സ്റ്റേറ്റ് ഓഫ് എന്താണ്, തറയിൽ നിൽക്കുന്ന ആളെ അപേക്ഷിച്ചിട്ട് ആ കിളിയുടെ കൊക്കിലെ മരച്ചിൽ എന്താണ്, സ്റ്റേറ്റ് ഓഫ് മോഷനാണ്, ചലനാവസ്ഥയിലാണ്. നെക്സ്റ്റ്, എർത്ത് ഇൻ ദ സോളാർ സിസ്റ്റം, സൗരയൂഥത്തിലെ ഭൂമി, സൂര്യനെ അപേക്ഷിച്ചിട്ട് എന്താണ്, അത് സ്റ്റേറ്റ് ഓഫ് മോഷനാണ്. ചന്ദ്രനെ അപേക്ഷിച്ചിട്ടോ മൂണിനെ അപേക്ഷിച്ചിട്ടോ സ്റ്റേറ്റ് ഓഫ് മോഷൻ തന്നെയാണ് അല്ലേ. രണ്ടും കറങ്ങുകയാണ്, സൂര്യനും കറങ്ങുകയാണ് ഭൂമിയും കറങ്ങുകയാണ് അല്ലേ. ചന്ദ്രനെ അപേക്ഷിച്ചിട്ടാണെങ്കിലും അതും കറങ്ങുകയാണ്. ഓക്കെ, മനസ്സിലായോ? ഓടിക്കൊണ്ടിരിക്കുന്ന ലോറിയിലെ മരത്തടി എങ്ങനെയാണ്, ലോറിയെ അപേക്ഷിച്ചിട്ട് എന്താണ്, അത് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. ദ ട്രീസ് ഓൺ ഐദർ സൈഡ്, അതായത് ഇരുഭാഗങ്ങളിലും മരങ്ങളെ അപേക്ഷിച്ചിട്ട് എന്താണ്, സ്റ്റേറ്റ് ഓഫ് മോഷനാണ് അല്ലേ. നെക്സ്റ്റ്, എ ബുക്ക് ഓൺ ദ ടേബിളിനെ അപേക്ഷിച്ചിട്ട് എന്താണ്, മേശയെ അപേക്ഷിച്ചിട്ട് അതെന്താവസ്ഥയിലായിരിക്കുന്നത്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആണ്. എന്നാൽ ദ സണ്ണിനെ അപേക്ഷിച്ചിട്ടോ സൂര്യനെ അപേക്ഷിച്ചിട്ട് ദ സ്റ്റേറ്റ് ഓഫ് മോഷനാണ്. ഓക്കെ, അപ്പോൾ ഈ ടേബിൾ നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, ഒരു വസ്തു ചലിക്കുന്നുണ്ടോ എന്ന്, അല്ലെങ്കിൽ ഒരു വസ്തു സ്റ്റേറ്റ് ഓഫ് മോഷനിലാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു വസ്തുവിനെ അടിസ്ഥാനമാക്കിയിട്ട് വേണം പറയാൻ, അല്ലേ. മനസ്സിലായോ? ഒരു വസ്തുവിൻ്റെ ആ വസ്തു ചലിക്കുന്നുണ്ടോ, അത് സ്റ്റേറ്റ് ഓഫ് ഏത് മോഷനാണ്, ചലിക്കുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, മറ്റൊരു വസ്തുവിനെ അടിസ്ഥാനമാക്കിയിട്ട് വേണം നമുക്കത് പറയാൻ, അല്ലേ. അങ്ങനെ ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നത് അടിസ്ഥാനമാക്കുന്ന വസ്തുവാണെന്ത്, അവലംബക വസ്തു അഥവാ റെഫറൻസ് പോയിന്റ് എന്ന് പറയും. The object taken to determine the state of motion or the state of rest of a body is called the reference point, reference object. Okay, ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് എന്ത്, അവലംബക വസ്തു എന്ന് പറയുന്നത്. The object taken to determine the state of motion or the state of rest of a body is called reference object. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഒരു വസ്തുവിൻ്റെ അത് ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് നിർണ്ണയിക്കാൻ നമുക്കൊരു മറ്റൊരു വസ്തുവിനെ അടിസ്ഥാനമാക്കി വേണം നമുക്കത് നിർണ്ണയിക്കാൻ. അങ്ങനെ അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് എന്ത്, അവലംബക വസ്തു അല്ലെങ്കിൽ റെഫറൻസ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് റെഫറൻസ് ഒബ്ജക്റ്റിനെ അപേക്ഷിച്ചിട്ട് സ്ഥാനം മാറുന്നുവെങ്കിൽ വസ്തു സ്റ്റേറ്റ് ഓഫ് മോഷനിലാണ്, ചലനാവസ്ഥയിലാണ്. സ്ഥാനം മാറുന്നില്ല എങ്കിൽ നിശ്ചലാവസ്ഥയിലാണ്, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിലാണ്. ഓക്കെ, മനസ്സിലായോ? ഒന്നും കൂടി വായിക്കാം.
അവലംബക വസ്തുവിനെ അപേക്ഷിച്ച് സ്ഥാനം മാറുന്നുവെങ്കിൽ വസ്തു ചലനാവസ്ഥയിലാണ്, സ്ഥാനം മാറുന്നില്ല എങ്കിൽ നിശ്ചലാവസ്ഥയിലാണ്. ഇഫ് an object changes its position relative to the reference object, it is said to be in motion. And if does not change the position, it is said to be stationary. Okay. പിന്നെ അതിൽ വരുന്നൊരു ജസ്റ്റ് ഒരു പോയിന്റ് ആണ്, മൂവിങ് ഒബ്ജക്റ്റ് അണ്ടർഗോ എ ചേഞ്ച് ഇൻ പൊസിഷൻ. അതായത് ചലിക്കുന്ന വസ്തുക്കൾക്ക് എന്തുണ്ട്, അവരുടെ പൊസിഷനിൽ അല്ലെങ്കിൽ അവർക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. മനസ്സിലായോ? പൊസിഷനിൽ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് സ്ഥാനമാറ്റം സംഭവിക്കുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ദൂരം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നൊരു ഭാഗം. ഇവിടെ ഒരു ട്രാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ട്രാക്കിൽ, അതായത് ഇവിടെ 400 മീറ്ററിൻ്റെ ഒരു ട്രാക്കിൻ്റെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ട്രാക്കിൽ 2 റൗണ്ട് പൂർത്തിയാക്കുന്ന ഓട്ടക്കാർ സഞ്ചരിച്ച പാതയുടെ നീളം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് ദ പിക്ചർ ഓഫ് എ 400 meter track is given below. Okay, what will be the length of the path traveled by an athlete completing 2 rounds on this track? അതായത് ഈ അത്ലറ്റ് 2 റൗണ്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ഈ 400 മീറ്റർ ട്രാക്കിൻ്റെ 2 റൗണ്ട് പൂർത്തിയാക്കുമ്പോൾ ആ ഓട്ടക്കാരൻ അല്ലെങ്കിൽ ആ അത്ലറ്റ് സഞ്ചരിച്ച പാതയുടെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണത് കണക്കാക്കുന്നത്? അതായത് the athlete completes two rounds, അതായത് 2 റൗണ്ടാണ് അത്ലറ്റ് കംപ്ലീറ്റ് ആക്കുന്നത്. 400 മീറ്ററിൽ 2 റൗണ്ടാണ് കംപ്ലീറ്റ് ആക്കുന്നത്. സോ ദ ട്രാക്ക് the distance traveled by him is അദ്ദേഹം അല്ലെങ്കിൽ ആ അത്ലറ്റ് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 400 × 2 എത്രയാണ്? 800 മീറ്ററാണ് അദ്ദേഹം അല്ലെങ്കിൽ അത്ലറ്റ് ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് traveled by an object. Okay, distance is the length of path traveled by an object. വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് എന്ത് പറയുന്നത്? ദൂരം എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ഈസ് ദ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ an object. വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് എന്ത്? ദൂരം എന്ന് പറയുന്നത്. The SI unit of distance is meter. SI യൂണിറ്റ് ദൂരത്തിൻ്റെ അല്ലെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മീറ്ററാണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു ചിത്രം കണ്ടോ? ഇത് എന്തിൻ്റെ ചിത്രമാണ്? ഇതാണ് ഓഡോമീറ്റർ എന്ന് പറയും. ഓഡോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവും, കാറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഇൻ വെഹിക്കിൾസ് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ദാറ്റ് മെഷേഴ്സ് ആൻഡ് ഡിസ്പ്ലേസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ വെഹിക്കിൾസ് ബൈ കിലോമീറ്റർ. അതായത് വെഹിക്കിൾസിൽ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഇത്. അതായത് വാഹനങ്ങളിൽ സഞ്ചരിച്ച ദൂരം കാണിക്കുന്ന ഒരു ഉപകരണമാണ്. അത് കിലോമീറ്ററിലാണ് കാണിക്കുന്നത്. മനസ്സിലായോ? വാഹനങ്ങളിൽ സഞ്ചരിച്ച ദൂരം കാണിക്കുന്ന ഒരു ഡിവൈസാണ് എന്തെന്ന് പറയുന്നത് ഈ ഓഡോമീറ്റർ. വാഹനങ്ങളിൽ സഞ്ചരിച്ച ദൂരം കാണിക്കുന്ന ഉപകരണമാണ്. ഇതിൽ സഞ്ചരിച്ച ദൂരം കിലോമീറ്ററിലാണ് കാണിക്കുന്നത്. അവിടെ കണ്ടില്ലേ എത്രയാണ്? 1,44,969 ഇതിൽ കാണിക്കുന്നത്. കണ്ടില്ലേ? അതാണ് ഓഡോമീറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതായത് ഒരു ട്രെയിൻ A മുതൽ F വരെ സഞ്ചരിക്കുന്ന റെയിൽപാതയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, കണ്ടോ? ഓരോ സ്ഥലത്തെത്തുമ്പോഴും ട്രെയിൻ സഞ്ചരിച്ച ദൂരം നമ്മളോട് പട്ടികപ്പെടുത്തി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒന്ന് നോക്കൂ, ജസ്റ്റ് ഒന്ന് പട്ടികപ്പെടുത്തി എഴുതിയാൽ മതി. അറ്റ് എയിൽ 0 ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്തിട്ടുള്ളത്. എവിടെയാ? ബിയിലേക്ക് റീച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബിയിലേക്ക് എത്തുമ്പോൾ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? 60 കിലോമീറ്റർ അല്ലേ? വൈൽ റീച്ചിങ് സിയിലേക്ക് എത്തുമ്പോഴോ 110 കിലോമീറ്റർ. വൈൽ റീച്ചിങ് ഡിയിലേക്ക് എത്തുമ്പോഴോ 150 കിലോമീറ്റർ. വൈൽ റീച്ചിങ് ഇയിലേക്ക് എത്തുമ്പോഴോ 250 കിലോമീറ്റർ. വൈൽ റീച്ചിങ് എഫ് എത്രയാണ്? 320 കിലോമീറ്റർ. മനസ്സിലായില്ലേ? അതായത് ആ വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് കാണിക്കാനുള്ളൊരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ വേഗം എന്നാണ് അർത്ഥം. ഓക്കെ, ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഇവിടെ എന്താണ്? ഈ ഫോട്ടോ ഫിനിഷ് എ പിക്ചർ ഓഫ് ദി 100-meter റേസ് ഇൻ ദ ഒളിമ്പിക്സ് ഈസ് ഗിവൺ എബവ്. ഹൗ വുഡ് ദ വിന്നർ ബി ഡിസൈഡ്? ദ അത്ലറ്റ് ഹു കംപ്ലീറ്റ് 100-meter ഇൻ ദ ലീസ്റ്റ് ടൈം വുഡ് ബി ദ വിന്നർ. അതായത് ഇതിലെന്താ കാണിക്കുന്നത്? അതായത് ഒളിമ്പിക്സിൽ 100-meter ഓട്ടത്തിൻ്റെ ഫോട്ടോ ഫിനിഷ് ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ വിജയം കണ്ടെത്തിയത് എങ്ങനെയാണ്? അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ 100-meter ഓടിയെത്തിയ കായിക താരമാണ് വിജയ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കുറഞ്ഞ സമയത്തിനുള്ളിൽ 100-meter ഓടിയെത്തിയ ഒരാളാണ് ഇതിലെ വിന്നർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. Take a tall glass jar, mark the top of the bottom as A and B respectively. Fill the glass jar with the glycerin and a drop of a stone from the top. Start the stopwatch when the stone reaches A. Stopwatch when the stone reaches B. അതായത് ഇതിൽ പറയുന്നതാണ്, ഉയരമുള്ള ഒരു ഗ്ലാസ് ജാർ എടുക്കുക, അതിൽ മുകളിലും താഴെയും യഥാക്രമം എയും ബിയും എന്ന് മാർക്ക് ചെയ്യുക. ഗ്ലാസ് ജാറിൽ ഗ്ലിസറിൻ ഒഴിക്കുക, മുകളിൽ നിന്ന് ഒരു കല്ലിടുക, കല്ല് എയിൽ നിന്നും ബിയിൽ എത്താനെടുത്ത സമയം ഒരു സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചിട്ട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. കല്ല് ബിയിലെത്താനുള്ള സമയം എത്രയാണ്? നമ്മൾ സ്റ്റോപ്പ് വാച്ച് വെച്ച് ചെയ്തപ്പോൾ 4 സെക്കൻഡാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു? നമ്മൾ സ്കെയിൽ വെച്ച് അളക്കുക. എത്ര? 20 centimeter ആണ് ട്രാവൽ ചെയ്തത്. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്റ്റോൺ ഇൻ 1 second. അതായത് 4 സെക്കൻഡിൽ 20 centimeter ആണ് ട്രാവൽ ചെയ്തത്. എന്നാൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സ്റ്റോൺ ഇൻ 1 second, ഒരു സെക്കൻഡിൽ ആ സ്റ്റോൺ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാം? 20 ഡിസ്റ്റൻസ് ബൈ ടൈം, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പോൾ ഒരു സെക്കൻഡിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടും. എത്രയാണ്? 20 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 5 centimeter per second. അതായത് സ്പീഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, മനസ്സിലായോ? അപ്പം എന്താണ് സ്പീഡ് അല്ലെങ്കിൽ വേഗം എന്ന് പറയുന്നത്? സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. ഓക്കെ, സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം. അതായത് യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗം അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത്. യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗം എന്ന് പറയുന്നത്. വേഗത്തിൻ്റെ അല്ലെങ്കിൽ സ്പീഡിൻ്റെ SI യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുന്നത്. വേഗത്തിൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഒരു വേഗത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നാൽ വാഹനങ്ങളുടെ അല്ലെങ്കിൽ വെഹിക്കിൾസിൻ്റെ ഒക്കെ വേഗം അല്ലെങ്കിൽ സ്പീഡൊക്കെ സാധാരണയായിട്ട് എങ്ങനെയാണ്? കിലോമീറ്റർ പെർ അവറിലാണ് പ്രസ്താവിക്കുന്നത്. ഒരു വസ്തുവിൻ്റെ വേഗം സാധാരണയായിട്ട് മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മൾ പ്രസ്താവിക്കുന്നത്. എന്നാൽ വാഹനങ്ങളുടെ അല്ലെങ്കിൽ വെഹിക്കിൾസിൻ്റെ ഒക്കെ വേഗം നമ്മൾ പ്രസ്താവിക്കുന്നത് കിലോമീറ്റർ പെർ അവറിലാണ്. സോ 1 kilometer per hour ഈസ് ഈക്വൽ ടു എന്താണ്? 5/18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതിനോട് ഈക്വൽ ആണ്. 1 kilometer per hour ഈസ് ഈക്വൽ ടു 5/18 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, എന്നാൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ബസ് A traveled 75 meter in 5 seconds. Bus B traveled 112 meter in 7 seconds. Which bus was faster? അതായത് ബസ് എ എന്ന് പറയുന്ന ബസ് 5 സെക്കൻഡ് കൊണ്ട് 75 മീറ്ററും ബി എന്ന ബസ് 7 സെക്കൻഡ് കൊണ്ട് 112 മീറ്ററും കവർ ചെയ്തു. എന്നാൽ ഏത് ബസ്സാണ്, എ ആണോ ബി ആണോ ഫാസ്റ്റർ ആയിട്ടുള്ള ബസ് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്കിത് കണ്ടുപിടിക്കാം. ഓക്കെ, ഫാസ്റ്റായിട്ട് ബസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് സ്പീഡാണ് അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ ബസ് എയിൻ്റെ നമുക്ക് കണ്ടുപിടിക്കാം. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ് എത്രയാണ്? ബസ് എയിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 75 മീറ്റർ ആണ്. എത്ര ടൈം അതിനെടുത്തോ? 5 സെക്കൻഡ്. ഓക്കെ, സോ സ്പീഡ് ഓഫ് ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റൻസ് ബൈ ടൈമാണ്.
അപ്പോൾ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഡിസ്റ്റൻസ് 75, ടൈം 5 സെക്കൻഡ്. സോ 75/5 ഈസ് ഈക്വൽ ടു 15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, അതാണ് എ ട്രാവൽ ചെയ്തിട്ടുള്ള സ്പീഡ്. ഓക്കെ, നെക്സ്റ്റ് ബി കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക്. ഇതുപോലെ തന്നെ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ബസ് ബി ട്രാവൽ ചെയ്തിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 112 ആണ്. എത്ര ടൈം കൊണ്ടാണ്? ടൈം ടേക്കൺ ഈസ് ഈക്വൽ ടു 7 സെക്കൻഡ് ആണ്. സ്പീഡ് ഓഫ് ബസ് ബി എത്രയാണ്? ഡിസ്റ്റൻസ് ബൈ ടൈം ഈസ് ഈക്വൽ ടു 112/7 സെക്കൻഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 മീറ്റർ പെർ സെക്കൻഡ്. സോ ഏതാണ്? 15 മീറ്റർ പെർ സെക്കൻഡ് ഉണ്ട് ബസ് എ, 15 മീറ്റർ പെർ സെക്കൻഡ്, ആൻഡ് ബസ് ബി 16 മീറ്റർ പെർ സെക്കൻഡ്. സോ സ്പീഡ് ഏതിനാണ്? 16 മീറ്റർ പെർ സെക്കൻഡ്. സോ ബി ആണ് ഏതാണ്? ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ബസ്. ബസ് ബി ഹാസ് മോർ സ്പീഡ് ദാൻ എ. ഓക്കെ, അപ്പോൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ അറിയാലോ. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു അത് ഡിവൈഡഡ് ബൈ എത്ര ടൈമിനുള്ളിൽ. ഓക്കെ, ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സ്പീഡോമീറ്റർ. എന്താണ് സ്പീഡോമീറ്റർ? സ്പീഡോമീറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എവിടെയാണ് കണ്ടിട്ടുള്ളത്? നമ്മൾ വെഹിക്കിൾസിൽ കണ്ടിട്ടുണ്ടാവും ഇല്ലേ? ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്, സ്പീഡോമീറ്റർ ഈസ് ദ ഡിവൈസ് ദാറ്റ് ഷോസ് ദ സ്പീഡ് ഓഫ് എ വെഹിക്കിളിൻ്റെ സ്പീഡ് കാണിക്കുന്ന ഒരു ഡിവൈസാണ് എന്ത് പറയുന്നത്? സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. സ്പീഡോമീറ്റർ ഈസ് ദ ഡിവൈസ് ദാറ്റ് ഷോസ് ദ സ്പീഡ് ഓഫ് എ വെഹിക്കിളിൻ്റെ സ്പീഡ് കാണിക്കുന്ന ഒരു ഡിവൈസാണ് എന്ത്, അല്ലെങ്കിൽ ഒരു ഉപകരണമാണ് എന്ത്? സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ? നമ്മൾ വെഹിക്കിളിൽ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡ്രൈവർ സീറ്റിൻ്റെ മുൻഭാഗത്തായിട്ട് നമ്മുടെ ഓഡോമീറ്റർ ഒക്കെ ഇരിക്കുന്നതിൻ്റെ സൈഡിലായിട്ട് ഉണ്ടാവും. എത്ര കിലോമീറ്റർ ഇങ്ങനെ നമ്മുടെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഇങ്ങനെ കിലോമീറ്റർ കാണിക്കുന്നത് കാണുന്നുണ്ടാവും. എത്ര സ്പീഡ് അവിടെ ട്രാവൽ ചെയ്തു എന്ന് കാണിക്കുന്നുണ്ടാവും. ആ സ്പീഡ് കാണിക്കുന്നതാണ് സ്പീഡോമീറ്റർ എന്ന് പറയുന്നത്. ആ ഒരു ഉപകരണത്തിന് പറയുന്ന പേരാണ് എന്ത്? സ്പീഡോമീറ്റർ എന്ന്. ഓക്കെ, അതായത് വാഹനങ്ങളുടെ വേഗം കാണിക്കുന്ന ഉപകരണമാണ് സ്പീഡോമീറ്റർ. ഓക്കെ, ഇവിടെ സ്കൂൾ കായികമേളയിൽ 3 കുട്ടികൾ പങ്കെടുത്തതിൻ്റെ വിശദാംശങ്ങളാണ് ഇവിടെ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. ഇവരിൽ വേഗം കൂടിയ താരത്തെ കണ്ടെത്താമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ദ ഡീറ്റെയിൽസ് ഓഫ് 3 children who participated in a 400 meter running race in school sports meet are given in the table below. അതായത് അവർ 400 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുത്ത 3 കുട്ടികളുടെ വിവരങ്ങൾ, അതായത് ആ സ്പോർട്സിൽ പങ്കെടുത്ത കുട്ടികളുടെ എത്ര ഡിസ്റ്റൻസ് എത്ര ടൈം കൊണ്ട് കവർ ചെയ്തു എന്ന് കാണിക്കുന്ന ഒരു ടേബിളാണ് ഓരോ കുട്ടികളുടെയും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിലേത് കുട്ടിയാണ് ഫാസ്റ്റായിട്ടുള്ള സ്പീഡ് കവർ ചെയ്തിട്ടുള്ളത്, സ്പീഡിൽ ഓടിയിട്ടുള്ളത് ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് എ എന്ന് പറഞ്ഞ കുട്ടി 400 മീറ്ററിൽ എത്ര ടൈം കൊണ്ട്? 150 സെക്കൻഡ് കൊണ്ട് ആ കുട്ടി കവർ ചെയ്തു. സോ ആ കുട്ടിയുടെ സ്പീഡ് എന്ന് പറയുന്നത് 400 മീറ്റർ ബൈ ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. സോ 400/150 = 2.222 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, സെക്കൻഡ് ബി ആണ്. ബി എന്ന് പറയുന്നത് 400 മീറ്റർ ആണ്. ഡിസ്റ്റൻസ് ടൈം എന്ന് പറയുന്നത് 120 സെക്കൻഡ് ആണ്. 120 സെക്കൻഡ് കൊണ്ട് 400 മീറ്റർ ആണ് കുട്ടി കവർ ചെയ്തത്. സോ 400/120 = 3.33 മീറ്റർ പെർ സെക്കൻഡ്. നെക്സ്റ്റ് സി എന്ന് പറഞ്ഞ കുട്ടി, ഇതിൻ്റെ ഡിസ്റ്റൻസ് 400 മീറ്റർ എത്ര ടൈം കൊണ്ടാണ്? 400 സെക്കൻഡ് കൊണ്ടാണ് കുട്ടി കവർ ചെയ്തത്. സോ 1 മീറ്റർ പെർ സെക്കൻഡ്. സോ ഏത് കുട്ടിയാണ് സ്പീഡിൽ ഓടിയത്? അതിൽ കണ്ടുപിടിച്ചാൽ മനസ്സിലാവില്ല ഏതാണ്. ബി ഹാസ് ഗ്രേറ്റർ സ്പീഡ്. ബീനാണ് ഗ്രേറ്റർ സ്പീഡ് ഉള്ളത്. സോ ആ കുട്ടി 400 മീറ്റർ 120 സെക്കൻഡ് കൊണ്ട് കവർ ചെയ്തു. സോ 3.33 മീറ്റർ പെർ സെക്കൻഡ് ആണ് ആ കുട്ടിയുടെ സ്പീഡ് അല്ലെങ്കിൽ വേഗമെന്ന് പറയുന്നത്. ഓക്കെ, സോ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡ് കൊണ്ട് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്ന് പറയുന്നതാണ് എന്ത്? വേഗം അല്ലെങ്കിൽ സ്പീഡ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് വേഗം. 1 സെക്കൻഡിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് വേഗം. സ്പീഡ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ 1 സെക്കൻഡ്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് യൂണിഫോം സ്പീഡും നോൺ യൂണിഫോം സ്പീഡും, അതായത് സമവേഗവും അസമവേഗവും. ഇവിടെ ഒരു ക്ലോക്കിൻ്റെ ഡയൽ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ചിത്രത്തിൽ കണ്ടോ? സെക്കൻഡ് സൂചിയുടെ അഗ്രത്തിൻ്റെ, അതായത് ചിത്രത്തിൽ പി എന്ന ഭാഗം കണ്ടോ, ചലനത്തെ അടിസ്ഥാനമാക്കി
പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. വ്യത്യസ്ത ബിന്ദുക്കൾക്കിടയിലുള്ള ദൂരം ഒരു നൂല് കൊണ്ട് അളന്നെഴുതുക. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എയിൽ നിന്ന് സിയിലേക്ക് ഉള്ള ദൂരം എത്രയാണ്? എയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം എത്രയാണ്? അതിനടുത്തുള്ള സമയം 10 സെക്കൻഡാണ്. ഓക്കെ, സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്? നമ്മളോട് ദൂരമാണ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതേണ്ടത്. ഓക്കെ, ലുക്ക് അറ്റ് ദ ക്ലോക്ക് ഡയൽ ഷോൺ. കംപ്ലീറ്റ് ദ ടേബിൾ ബേസ്ഡ് ഓൺ ദ മൂവ്മെന്റ് ഓഫ് ദി ടിപ്പ് ഓഫ് ദി സെക്കൻഡ് ഹാൻഡ്, that is P in the figure. You can measure the distance between different points using a thread. Okay, അപ്പോൾ ഫ്രം എ ടു സി, എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ്. ടൈം 10 സെക്കൻഡ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് സി ടു ഇ 2 സെൻറ്റിമീറ്റർ ആണ്, 10 സെക്കൻഡ് ഉണ്ട്. ഇ ടു ജി ആകുമ്പോഴും ഇങ്ങനെയാണ്, 2 സെൻറ്റിമീറ്റർ തന്നെയാണ്, 10 സെക്കൻഡ് ഉണ്ട്. നെക്സ്റ്റ് ചേഞ്ച് ഇൻ പൊസിഷൻ ചേഞ്ച് ചെയ്യാണ് നമ്മൾ. എ ടു ഡി ആണെങ്കിൽ ടൈം 15 സെക്കൻഡ് കൊണ്ട് എത്ര സെൻറ്റിമീറ്റർ ആണ്? 3 സെൻറ്റിമീറ്റർ കവർ ചെയ്തു. ഡി ടു ജി ആണെങ്കിൽ 3 സെൻറ്റിമീറ്റർ 15 സെക്കൻഡ് കൊണ്ട്. ജി ടു ജെ 3 സെൻറ്റിമീറ്റർ 15 സെക്കൻഡ് കൊണ്ട്. സോ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ എവറി 10 സെക്കൻഡ്? എവറി 10 സെക്കൻഡിൽ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? എവറി 10 സെക്കൻഡിൽ, അതായത് എന്താണ്? എവറി 10 സെക്കൻഡിൽ, ഓരോ 10 സെക്കൻഡിലും സഞ്ചരിച്ച ദൂരം എത്രയാണ്? സിമ്പിളാണ്, എത്രയാണ്? 2 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? എന്നാൽ എവറി 15 സെക്കൻഡിൽ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്? 3 സെൻറ്റിമീറ്റർ അല്ലേ? അതായത് ഓരോ 15 സെക്കൻഡിലും, ഓരോ 15 സെക്കൻഡിലും സഞ്ചരിച്ച ദൂരം എത്രയാണ്? 3 സെൻറ്റിമീറ്റർ ആണ്. സോ തുല്യ ഇടവേളകളിൽ സഞ്ചരിച്ച ദൂരം തുല്യമാണല്ലേ? അല്ലേ? തുല്യ ഇടവേളകളിൽ സഞ്ചരിച്ച ദൂരം തുല്യമാണ്, ഡിസ്റ്റൻസും തുല്യമാണ്, ടൈമും തുല്യമാണ്. സോ ഇഫ് an object travels equal distance in equal interval of time, equal distance in equal interval of time, it is a uniform speed. Okay, if an object travels equal distance in equal intervals of time, it is in uniform speed. ആ ഒബ്ജക്റ്റ് യൂണിഫോം സ്പീഡ് അല്ലെങ്കിൽ സമവേഗത്തിലാണെന്ന് നമുക്ക് പറയാം. തുല്യ ഇടവേളകളിൽ സഞ്ചരിച്ച ദൂരവും തുല്യമാണ്. സോ വസ്തുക്കളുടെ ഇത്തരത്തിലുള്ള ചലനം സമവേഗത്തിലാണെന്ന് നമുക്ക് പറയാം. ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവേഗത്തിലാണ്. ഒരു വസ്തു, ഒരു ഒബ്ജക്റ്റ് തുല്യ സമയ ഇടവേളകളിൽ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ, ഈക്വൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുവെങ്കിൽ അത് സമവേഗത്തിലാണ്. സോ ഇറ്റ് ഈസ് ഇൻ യൂണിഫോം സ്പീഡ്. ഓക്കെ, ഇഫ് an object travels equal distance in equal interval of time, it is in uniform speed. ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അതെന്താണെന്ന് പറയുന്നത്? സമവേഗത്തിലാണ്. ഇറ്റ് ഈസ് ഇൻ യൂണിഫോം സ്പീഡ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് തുല്യ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്നത് സമവേഗം, യൂണിഫോം സ്പീഡ്. എന്നാൽ നിത്യജീവിതത്തിലുള്ള, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ ചലനങ്ങളും ഇത്തരത്തിലാണോ? സമവേഗത്തിലാണോ? പക്ഷികൾ പറക്കുന്നത്, മനുഷ്യർ നടക്കുന്നത്, പന്തുരുളുന്നത്, ഇതൊക്കെ സമവേഗത്തിലാണോ? അല്ല, ഇതൊന്നും സമവേഗത്തിലല്ല. ഇതെല്ലാം അസമവേഗത്തിലാണ്. ഇതെല്ലാം നോൺ യൂണിഫോം സ്പീഡിലാണ്. ഓക്കെ, നോൺ യൂണിഫോം സ്പീഡിലുള്ള മോഷൻസ് ആണ് ഇതൊക്കെ. പക്ഷികൾ പറക്കുക, മനുഷ്യർ നടക്കുക, പന്ത് ഉരുളുക, ഇതെല്ലാം അസമവേഗ ചലനമാണ്. അപ്പോൾ അസമവേഗ ചലനത്തിന് ഒരു ഡെഫിനേഷൻ നമുക്ക് എഴുതാം. എന്താണ് അസമവേഗ ചലനം എന്ന് പറയുന്നത്? ആദ്യം പറയാം, ബേർഡ്സ് ഫ്ലൈയിങ്, ഹ്യൂമൻസ് വാക്കിംഗ്, എ ബോൾ റോളിംഗ് എക്സെട്ര ഡു നോട്ട് മൂവ് വിത്ത് യൂണിഫോം സ്പീഡ്. ദേ മൂവ് വിത്ത് നോൺ യൂണിഫോം സ്പീഡ്. സോ എന്താണ് നോൺ യൂണിഫോം സ്പീഡ്? If an object travels unequal distance in equal interval of time, the object is said to be in non-uniform speed. If an object travels unequal distance in equal interval of time, the object is said to be non-uniform speed.
ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിച്ചതെങ്കിൽ അത് അസമവേഗത്തിലാണ്. ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിച്ചതെങ്കിൽ അത് അസമവേഗത്തിലാണ്. If an object travels unequal distance in equal interval of time, the object is said to be a non-uniform speed. Okay. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് ഫോഴ്സ്, അതായത് ബലം എന്ന് പറയുന്ന ഒരു വസ്തുത. ഓക്കെ, ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ ചിത്രത്തിലൊക്കെ എന്താണ് കാണുന്നത്? എന്തെല്ലാം കാണുന്നുണ്ട്? ഒരാൾ ലോഡ് തള്ളിക്കൊണ്ട് പോകുന്നുണ്ട്, ഒരാൾ വണ്ടി ഉന്തുന്നുണ്ട്, ഒരു കുട്ടി ചുമരുമേ ഉന്തുന്നുണ്ട്, ഒരാൾ മേശ വലിക്കുന്നുണ്ട്. സോ ഒരു പുള്ളിങ് ആൻഡ് പുഷിങ് ആണ് അവിടെ ചെയ്യുന്നത്, അല്ലേ? ഒരു തള്ളൽ അല്ലെങ്കിൽ ഒരു വലിക്കൽ, അല്ലേ? ഒരു പുഷ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പുള്ളി ചെയ്യുന്നുണ്ട്, തള്ളൽ അല്ലെങ്കിൽ വലിക്കുന്നത്. ഇതാണ് എന്ത്? ബലം എന്ന് പറയുന്നത്. ഇതാണ് ഫോഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ തള്ളുമ്പോഴും വലിക്കുമ്പോഴൊക്കെ അവിടെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ അവിടെ ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്, ഇല്ലേ? ഇപ്പോൾ ഈ ചിത്രത്തിൽ നമ്മൾ കണ്ടു. ഇനി കുറച്ച് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ ഒരു മിനിറ്റ്. ഈ ഫോഴ്സ് അപ്ലൈഡ് ഓൺലി ഡ്യൂറിങ് പുഷിങ് ആൻഡ് പുള്ളിങ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? ഒരു വലിക്കൽ അല്ലെങ്കിൽ തള്ളൽ അവിടെ നടക്കുന്നുണ്ട്. തള്ളുമ്പോഴും വലിക്കുമ്പോഴൊക്കെ എന്താണ്? ഒരു പുഷിങ് അല്ലെങ്കിൽ പുള്ളിങ് ഉണ്ടാകുമ്പോൾ അവിടെ എന്താണ്? ബലം പ്രയോഗിക്കേണ്ടി വരുന്നത്. സോ ആ ചിത്രത്തിൽ നമുക്ക് മനസ്സിലായി. നെക്സ്റ്റ് കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഈ ചിത്രത്തിൽ എങ്ങനെയാണ്? കുട്ടി പന്ത് എറിയാണ്, പിന്നെ എന്താണ്? ചപ്പാത്തി പരത്താണ്, പന്ത് അടിക്കുന്നുണ്ട്, പിന്നെ അവർ ഷട്ടിൽ കളിക്കുന്നുണ്ട്, ഷട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടുന്നുണ്ട്, അല്ലേ? അവിടെ എന്താ ചെയ്യുന്നത്? അവിടെയൊക്കെ എന്താ ചെയ്യുന്നത്? ഇവിടെ ആകൃതിക്ക് മാറ്റം വരുത്തുന്നതിനും ദിശ മാറ്റുന്നതിനും വസ്തുവിനെ നിശ്ചലമാക്കുന്നതിനും ബലം പ്രയോഗിക്കുന്നതായി കാണാം, ഇല്ലേ? ഇവിടെ ആകൃതിക്ക് മാറ്റം വരുത്തുന്ന ചപ്പാത്തി പരത്തിയിട്ട് ആകൃതിക്ക് മാറ്റം വരുത്തുന്നുണ്ട്. ദിശ മാറ്റുന്നത് ഏതാണ്? ഇപ്പൊ ഈ ബോൾ തട്ടുമ്പോഴൊക്കെ ദിശ മാറ്റുന്നുണ്ട്. ഇവിടെ വസ്തുവിനെ നിശ്ചലമാക്കുന്നുണ്ടല്ലോ, ബോൾ പിടിക്കുമ്പോൾ അവിടെ വസ്തു നിശ്ചലമാകുന്നുണ്ട്. സോ ഇതിലൊക്കെ എന്താണ്? ബലം പ്രയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു ചേഞ്ച് ദ ഷേപ്പ് ആൻഡ് ദ ഡിറക്ഷൻ ഓഫ് ആൻ ഒബ്ജെക്ട് ആൻഡ് ടു സ്റ്റോപ്പ് എ മൂവിങ് ഒബ്ജെക്റ്റ്, അല്ലേ? ഇതിൽ മൂവിങ് ഒബ്ജക്റ്റിനെ സ്റ്റോപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു വസ്തുവിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യാനൊക്കെ എന്താണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്? ഫോഴ്സ് ആണ് അല്ലെങ്കിൽ ബലമാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ ഫോഴ്സിന് നമുക്കൊരു ഡെഫിനേഷൻ കൊടുക്കണം, ഒരു നിർവചനം കൊടുക്കണം. എന്താണ് ഫോഴ്സ് അല്ലെങ്കിൽ ബലം എന്ന് പറഞ്ഞാൽ? ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ചസ് or tends to change the shape, size or state of rest or state of motion or direction of a body. So ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയ്ക്കോ നിശ്ചലാവസ്ഥയ്ക്കോ ആകൃതിക്കോ വലുപ്പത്തിനോ ചലനദിശയ്ക്കോ മാറ്റം വരുത്തുകയോ അതിനുള്ള പ്രവണത ഉളവാക്കുകയോ ചെയ്യുന്നത് എന്താണോ അതാണ് എന്ത് പറയുന്നത്? ഫോഴ്സ് അല്ലെങ്കിൽ ബലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നതാണ് കോണ്ടാക്റ്റ് ഫോഴ്സും നോൺ കോണ്ടാക്റ്റ് ഫോഴ്സും. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെ ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്? ഒരു മാഗ്നറ്റ് കൊണ്ട് സൂചി മാഗ്നറ്റിൽ മുട്ടിക്കണത്, പിന്നെ എന്താണ്? മാങ്ങ വീഴുന്നത്, ഹാമറിൽ ആണി തറയ്ക്കുന്നത്, കാറ്റ് വീശുന്നത്, ഒരാൾ വെള്ളത്തിൽ കൂടെ നീന്തുന്നത്, അല്ലേ? എന്തൊക്കെയാണ്? മാംഗോ ഫോളിങ് ഡൗൺവേർഡ്, ലീവ് സ്വേയിങ് ഇൻ ദ വിൻഡ്, മാഗ്നറ്റ് അട്രാക്ട് സേഫ്റ്റി പിൻ, ഹാമറിങ് എ നെയിൽ, സ്വിമ്മിങ്. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ. ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് ഈ ബലം സമ്പർക്കത്തിലൂടെയാണോ സമ്പർക്കമില്ലാതെയാണോ ബലം നടന്നിട്ടുള്ളത് ഒന്ന് നമ്മളോട് ടേബിളാക്കി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റത്തെ സിറ്റുവേഷൻ എന്താണ്? മാംഗോ ഫോളിങ് ഡൗൺവേർഡ്.
ഒരു മാങ്ങ താഴേക്ക് വീഴുന്നത്. അതെന്താണ്? എർത്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം അല്ലേ, ആകർഷണ ബലം കൊണ്ടാണ് മാങ്ങ താഴേക്ക് പതിക്കുന്നത് അല്ലേ. അത് ത്രൂ കോണ്ടാക്റ്റ് ആണോ നോൺ കോണ്ടാക്റ്റ് ആണോ? അതൊരു നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് ആണ് അല്ലേ. നെക്സ്റ്റ് സിറ്റുവേഷൻ, ലീവ്സ് സ്വേയിങ് ഇൻ ദ വിൻഡ്. അത് ഫോഴ്സ് ഓഫ് വിൻഡ് ആണ് അല്ലേ. ഒരു കാറ്റിൻ്റെ ബലമാണ് അവിടെ ഉള്ളത് അല്ലേ. കാറ്റ് വീശുന്നത് അല്ലേ, കാറ്റിൽ ആടി ഉലയുന്ന ഇലകൾ കാറ്റിൻ്റെ ശക്തി കൊണ്ടാണ്, ആ കാറ്റിൻ്റെയാണ് ബലം എന്ന് പറയുന്നത് അല്ലേ. അത് സമ്പർക്കത്തിലൂടെയാണോ സമ്പർക്കമില്ലാതെയാണോ? അതൊരു സമ്പർക്ക ബലമാണ് അല്ലേ. അതൊരു കോണ്ടാക്റ്റ് ഫോഴ്സാണ്. ആ കാറ്റിൽ തട്ടിയിട്ടാണ് അത് എന്ത് ഇലകൾ, കാറ്റിൻ്റെ ശക്തിയിലൂടെയാണ് ആ ഇലകൾ ആടി ഉലയുന്നത്. നെക്സ്റ്റ്, കാന്തം പിന്നിനെ ആകർഷിക്കുന്നു. അത് കാന്തിക ശക്തിയാണ് അല്ലേ, ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ആണ് അല്ലേ. മാഗ്നറ്റ് അട്രാക്ട്സ് ദ സേഫ്റ്റി പിൻ ഈസ് എ മാഗ്നറ്റിക് ഫോഴ്സ്. ദാറ്റ് ഈസ് ത്രൂ കോണ്ടാക്ട് ഓർ നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ദാറ്റ് ഈസ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. അതൊരു സമ്പർക്കമില്ലാത്തൊരു ഫോഴ്സാണ് അല്ലേ. ജസ്റ്റ് ഒരു മാഗ്നറ്റിക് ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്ക് ആ ഫോഴ്സിനെ നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, ഇല്ലല്ലോ. ആ നോൺ കോണ്ടാക്ട് ഫോഴ്സ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷേ സേഫ്റ്റി പിൻ അത് അടുപ്പിക്കുമ്പോഴേക്കും അത് മാഗ്നറ്റിക് ഫോഴ്സ് കൊണ്ട് അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ്, ഹാമറിങ് എ നെയിൽ. അവിടെ എന്താണ്? ഹാമർ ചെയ്യാണ് അല്ലേ, നെയിലിനെ ആണി അടിച്ച് കയറ്റാണ്. അപ്പോൾ ആണിമേൽ അതെന്താണ്? കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഫോഴ്സ് ഓൺ ഹാമർ ഓൺ നെയിൽ. അവിടെ ഒരു നെയിലിൽ ഹാമർ കൊണ്ട് അടിക്കുകയാണ്. അപ്പോൾ ഒരു കോണ്ടാക്ട് അവിടെ വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് കോണ്ടാക്ട് ഫോഴ്സ് ആണ്. സ്വിമ്മിങ് എന്താണ്? ഫോഴ്സ് ഓഫ് വാട്ടർ ആണ്. വാട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ബലം കൊണ്ടാണ് ആള് മുന്നോട്ട് നീങ്ങുന്നത് അല്ലേ. അപ്പോൾ അവിടെ എന്താണ്? അവിടെ വെള്ളവും ആളും നമ്മൾ എന്തൊരു കോണ്ടാക്ട് വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് എ കോണ്ടാക്ട് ഫോഴ്സ്. സോ കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്, നോൺ കോണ്ടാക്ട് ഫോഴ്സ് എന്താണ്, ഈ ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലായി ഇല്ലേ. ഇനി നമുക്കൊരു ഡെഫിനേഷൻ എഴുതാം. എന്താണ് കോണ്ടാക്ട് ഫോഴ്സ്? സമ്പർക്ക ബലം എന്ന് പറഞ്ഞു. The force experienced when object come into contact with each other is called contact force. എന്താണ് കോണ്ടാക്ട് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the force is experienced when object come into contact with each other is called contact force. അതായത് വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. ഇനി എന്താണ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്? ദ ഫോഴ്സ് അഫക്റ്റഡ് വെൻ ദർ ഇസ് നോ കോണ്ടാക്ട് വിത്ത് ദ ഒബ്ജെക്ട് ഈസ് കോൾഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. ദ ഫോഴ്സ് അഫക്റ്റഡ് വെൻ ദർ ഇസ് നോ കോണ്ടാക്ട് വിത്ത് ദ ഒബ്ജെക്ട് ഈസ് കോൾഡ് നോൺ കോണ്ടാക്ട് ഫോഴ്സ്. വസ്തുവുമായി സമ്പർക്കമില്ലാതെ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം. ഇപ്പോൾ ഭൂമിയുടെ ആകർഷണം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫോഴ്സ്, അത് വസ്തുവായിട്ട് സമ്പർക്കത്തിൽ വരുന്നില്ല, ഒരു കോണ്ടാക്റ്റ് വരുന്നില്ല, അല്ലെങ്കിൽ ഒരു സമ്പർക്കത്തിൽ ഒരുമിച്ച് അതൊരു കോണ്ടാക്റ്റ് വരുന്നില്ല. സോ അത് സമ്പർക്കരഹിത ബലമാണ്, നോൺ കോണ്ടാക്റ്റ് ഫോഴ്സ് ആണ്. മനസ്സിലായോ? ഓക്കെ. സോ ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ചസ് ഓർ ടെൻസ് ടു ചേഞ്ച് ദ ഷേപ്പ്, സൈസ്, state of rest, state of motion or direction of a body. So ബലത്തിൻ്റെ യൂണിറ്റ് ആണ്. The standard unit of force is called the Newton. It can be represented by the letter N. The capital letter is used. N-ന്റെ ക്യാപിറ്റൽ ലെറ്റർ ആണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് because it is the first letter of the scientist name. ഐസക് ന്യൂട്ടൺ ആണ് ബലം, ഫോഴ്സ് കണ്ടുപിടിച്ചത്. സോ ന്യൂട്ടൻ്റെ എൻ, ക്യാപിറ്റൽ എൻ ആണ് എന്താ അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഘർഷണ ബലം. ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഘർഷണ ബലം. ഒരു തറയിലൂടെ സ്വതന്ത്രമായിട്ട് ഉരുണ്ടു പോകുന്ന ഒരു പന്ത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിശ്ചലമായിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഇതിന് കാരണമായിട്ടുള്ള ബലം ഏതാണ് അറിയോ? ഒരു തറയിലൂടെ സ്വതന്ത്രമായിട്ടൊരു പന്ത് ഉരുണ്ടു പോവാണ്, കുറച്ച് കഴിഞ്ഞാൽ പന്ത് നിൽക്കുന്നുണ്ട്. അത് സ്ഥിരമായിട്ട് ഉരുണ്ടോണ്ടിരിക്കുകയല്ല, കുറച്ച് കഴിഞ്ഞാൽ പന്ത് നിൽക്കും. ഇതിന് കാരണമായിട്ടുള്ള ബലം എന്താന്ന് നമുക്കൊരു പ്രവർത്തനം ചെയ്ത് നോക്കാം.
Okay. Take a wooden block and make one side smooth, leaving the other side rough. Slide its smooth surface down the inclined plane. Then try to slide its rough side down the inclined plane. What difference do you feel? അതായത് ഇതിലെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വശം മിനുസമുള്ളതും മറുവശം പരിപരുത്തതുമായ ഒരു മരക്കട്ട എടുക്കുക. മിനുസമുള്ള പ്രതലം ചെരിവ് പ്രതലത്തിലൂടെ വലിച്ചു നീക്കുക. പിന്നീട് പരിപരുത്ത പ്രതലം ചെരിവ് തലത്തിലൂടെ നീക്കുക. ഇത് എന്ത് വ്യത്യാസമാണ് ഇതിൽ അനുഭവപ്പെടുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് റഫ് സർഫസിലുള്ള മരക്കട്ട ഒരു മിനുസമുള്ള പ്രതലത്തിൽ കൂടെ ചെറിയ തലത്തിൽ കൂടെ പോകുമ്പോൾ അത് സ്പീഡിലാണ് പോണത്. മിനുസമുള്ളത് എങ്ങനെയാണ് പോണത്? അപ്പോൾ പരിപരുത്ത പ്രതലമായപ്പോൾ നീങ്ങുന്നതിന് എതിരായി കൂടുതൽ ബലം അനുഭവപ്പെടുന്നുണ്ട് ഇല്ലേ? പരിപരുത്ത പ്രതലമായപ്പോൾ നീങ്ങുന്നതിനെതിരായിട്ട് കൂടുതൽ ബലം അനുഭവപ്പെടുന്നു. ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെന്തോ ഒരു ബലം ഇങ്ങനെ പിടിക്കുന്നുണ്ട്. ഇതാണ് ഘർഷണ ബലം. മിനുസമുള്ളതാവുമ്പോൾ എന്താണ്, സ്പീഡിൽ പോകുന്നുണ്ട്. എന്നാൽ പരിപരുത്തതാവുമ്പോൾ അതിനൊരു ബലം അതിനെ പിടിച്ചു നിർത്തുന്നുണ്ട്. അതാണ് എന്ത് ബലം എന്ന് പറയുന്നത്? ഘർഷണ ബലം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് മോർ ഫോഴ്സ് ഈസ് എഫക്റ്റഡ് അഗെയിൻസ്റ്റ് ദ മൂവ്മെന്റ് ഓൺ എ റഫ് സർഫസ്. ദിസ് ഈസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. യു ക്യാൻ സീ ദാറ്റ് ദ സ്പീഡ് ഡിക്രീസസ് വിത്ത് increase in the friction. Speed decreases with increase in friction. അതായത് സ്പീഡ് ഡിക്രീസ് ചെയ്യുന്നവരും ഫ്രിക്ഷൻ്റെ ഇത് കൂടുകയാണ് ചെയ്യുന്നത്. ഫ്രിക്ഷൻ കൂടുമ്പോൾ സ്പീഡ് ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? ദാറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ പ്രതലങ്ങൾക്കിടയിൽ സമാന്തരമായി ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് ഘർഷണ ബലം. മനസ്സിലായോ? അതായത് when a surface moves or tries to move over another surface, a parallel force is produced between them against the relative motion. This is frictional force. When a surface moves or tries to move over another surface, a parallel force is produced between them against the relative motion. This is frictional force. മനസ്സിലായി? ഇതാണ് ഘർഷണ ബലം. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ പ്രതലങ്ങൾക്കിടയിൽ സമാന്തരമായിട്ട് ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് ഘർഷണ ബലം അഥവാ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഇവിടെ ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട്, കണ്ടോ? സ്ലൈഡ് എ ഹെവി ബോക്സ് ഓൺ എ റഫ് സർഫസ്, ദെൻ മൂവ് ദ സെയിം ബോക്സ് ഓൺ എ ട്രോളി വിത്ത് ടയേഴ്സ്. What is the difference do you see? Doesn't the box move faster? In this case, does friction increase or decrease? അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പരിപരുത്ത പ്രതലത്തിലൂടെ ഒരു ഭാരമുള്ള പെട്ടി നിരക്കി നീക്കുക. അതേ പെട്ടി ടയർ ഘടിപ്പിച്ച ട്രോളിയിലൂടെ വച്ച് നീക്കുക. എന്ത് വ്യത്യാസമാണ് കാണുന്നത്? പെട്ടി വേഗം നീങ്ങുന്നുണ്ടോ? ഇവിടെ ഘർഷണം കൂടുകയാണോ കുറയുകയാണോ? ഇതില് നിരക്കി നീക്കുമ്പോൾ ഘർഷണം ഉണ്ടാകുന്നുണ്ട്. അതായത് നിരക്കി നീക്കുമ്പോൾ ഘർഷണം ഉണ്ടാകുന്നുണ്ട്. ഇതിന് നിരങ്ങൾ ഘർഷണം എന്നാണ് പറയുന്നത്. ട്രോളി ഉപയോഗിക്കുമ്പോൾ ടയർ ഉരുളുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഉരുളൽ ഘർഷണം എന്ന് പറയുന്നത്. സോ 2 ഘർഷണങ്ങളാണ് അവിടെ നടക്കുന്നത്. ആദ്യം നമ്മളിങ്ങനെ ഒരു പെട്ടി, ഒരു ഭാരമുള്ള പെട്ടി പരിപരുത്ത പ്രതലത്തിലൂടെ നമ്മൾ വലിച്ചു നീക്കുമ്പോൾ അവിടെ എന്താണ്, നിരങ്ങുകയാണ് ചെയ്യുന്നത്. സോ അത് നിരങ്ങൽ ഘർഷണമാണ്. പിന്നെ ഒരു ടയർ ഘടിപ്പിച്ച് ട്രോളിയിൽ വെച്ച് നീക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ടയർ ഉരുളുകയാണ് ചെയ്യുന്നത് അല്ലേ? സോ അത് ഉരുളൽ ഘർഷണമാണ്. നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തെക്കാൾ കൂടുതലാണ് അല്ലേ? അതായത് നിരങ്ങൽ ഘർഷണം എന്ന് പറഞ്ഞാൽ അവിടെ നല്ലോണം ഒരു ഘർഷണ ബലം അവിടെ കൂടുതലാണ്. കാരണം
അത്രയും ഫോഴ്സ് ഉപയോഗിച്ചിട്ട് വേണം വലിക്കാൻ അല്ലേ. അപ്പോൾ സോ നിരങ്ങൽ ഘർഷണം ഉരുളൽ ഘർഷണത്തെക്കാൾ കൂടുതലാണ്. ഉരുളൽ ഘർഷണമാണെങ്കിൽ സ്പീഡായിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിരങ്ങൽ ഘർഷണമാണെങ്കിൽ വളരെ ടൈറ്റാണ് അല്ലേ, ഇങ്ങനെ വലിച്ചു നീക്കാൻ ഭയങ്കര പ്രയാസം. സോ നിരങ്ങൽ ഘർഷണം ഉരുള ഘർഷണത്തെക്കാൾ കൂടുതലാണ്. മനസ്സിലായോ? മോർ ഫ്രിക്ഷൻ ഒക്കേഴ്സ് വെൻ സ്ലൈഡിങ്. ദിസ് ഈസ് കോൾഡ് സ്ലൈഡിങ് ഫ്രിക്ഷൻ. സ്ലൈഡിങ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ നിരങ്ങൽ ഘർഷണം. വെൻ യൂസിങ് എ ട്രോളി ദ ടയർ റോൾസ്. ട്രോളി ആകുമ്പോൾ ടയറാണ് അവിടെ റോൾ ചെയ്യുന്നത്. ദിസ് ഈസ് റോളിംഗ് ഫ്രിക്ഷൻ. ഇതിനാണ് ഉരുളൽ ഘർഷണം എന്ന് പറയുന്നത്. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ റോളിംഗ് ഫ്രിക്ഷൻ. നിരങ്ങൽ ഘർഷണമാണ് ഇതിനേക്കാൾ കൂടുതൽ, ഉരുള ഘർഷണത്തെക്കാൾ കൂടുതൽ. ഓക്കെ, മനസ്സിലായോ? ഇനി ഘർഷണം നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് അനുഭവപ്പെടുന്നത് എന്നാണ് നമ്മളിനി പഠിക്കുന്നത്. ഓക്കെ, തീപ്പട്ടിക്കൊള്ളി ഉരസുമ്പോഴും ലൈറ്റർ കത്തിക്കുമ്പോഴും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ഗ്ലാസ് പിടിക്കുന്നത്, വെഹിക്കിൾ ടയർ, അതായത് വെഹിക്കിള് മുന്നോട്ട് പോകുന്നത്, ഇതൊക്കെ എന്താണ്? ഒരു തരത്തിൽ ഘർഷണം കൊണ്ടുള്ള പ്രയോജനങ്ങളാണ്. വസ്തുക്കളെ പിടിക്കാൻ കഴിയുന്നത്, തീപ്പട്ടി ഉരസുമ്പോൾ കത്തുന്നത്, പിന്നെ നമ്മുടെ കാറുകളൊക്കെ, വെഹിക്കിൾസൊക്കെ, വണ്ടികളൊക്കെ റോട്ടിൽ കൂടെ നീങ്ങുന്നത്, ഇതൊക്കെ പിന്നെ നമുക്ക് നടക്കാൻ കഴിയുന്നത്, നമുക്ക് ഓടാൻ കഴിയുന്നത്, ഇതൊക്കെ ഒരു തരത്തിൽ അഡ്വാൻറ്റേജസ് ആണ്. ഫ്രിക്ഷൻ്റെ, ഘർഷണം മൂലമുള്ള അഡ്വാൻറ്റേജസ് ആണ്. ഹെൽപ്സ് ടു ഹോൾഡ് ഒബ്ജക്റ്റ് ഫേംലി, ഹെൽപ്പ് us in walking and running, help vehicles to move without slipping, striking a matchstick, lighting a lighter. Then air resistance helps to slow down the falling of parachute. അതായത് എയറിൻ്റെ റെസിസ്റ്റൻസ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പാരച്യൂട്ട് ഉണ്ടല്ലോ, പാരച്യൂട്ടിൽ നിന്ന് നമ്മൾ താഴേക്ക് നീങ്ങുമ്പോൾ, താഴേക്ക് ഇങ്ങനെ നീങ്ങുമ്പോൾ പാരച്യൂട്ടിൽ സുഖമായിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാൻ കഴിയുന്നത് എയർ റെസിസ്റ്റൻസിൻ്റെ ഹെൽപ്പ് കൊണ്ടാണ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഘർഷണം കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്. ഓക്കെ, ഘർഷണം കൊണ്ട് അഡ്വാൻറ്റേജസ് മാത്രമാണോ ഉള്ളത്? അല്ല, ഡിസഡ്വാൻറ്റേജസും ഉണ്ട് അല്ലേ. ഇവിടെ നോക്കൂ, ടയർ വെയർ, നീ വെയർ, അതെന്താണ്? അതായത് ടയറിൻ്റെ തേയ്മാനം, കാൽമുട്ടിൻ്റെ തേയ്മാനം, ഇതൊക്കെ ഘർഷണം മൂലമുള്ള ദോഷങ്ങളാണ്. ഘർഷണം കൊണ്ടുള്ള പ്രയോജനങ്ങൾ നമ്മൾ കണ്ടു. ഇനി ഘർഷണം കൊണ്ടുള്ള ദോഷങ്ങളാണ് ടയറിൻ്റെ തേയ്മാനം, നീ വെയർ, അതായത് കാൽമുട്ടിൻ്റെ തേയ്മാനം, ഇതൊക്കെ ഘർഷണം മൂലമുണ്ടാകുന്ന disadvantages ആണ്. Surfaces in contact wears out, obstructs smooth movement of machine parts, energy loss in the form of heat, slow down the speed. എന്തൊക്കെയാണ്? അതായത് ഘർഷണം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? തേയ്മാനം ഉണ്ടാകുന്നത്, താപോർജ്ജത്തിന്റെ രൂപത്തിൽ ഊർജം നഷ്ടം ഉണ്ടാകുന്നത്, യന്ത്രഭാഗങ്ങൾക്കിടയിൽ സുഗമമായ ചലനം തടസ്സപ്പെടുന്നത്, വാഹനങ്ങളുടെ വേഗത കുറയുന്നത്, ഇതെല്ലാം ഘർഷണം കൊണ്ടുള്ള ദോഷങ്ങളാണ്. ഓക്കെ, മനസ്സിലായോ? ഇനി വേസ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ, അതായത് ഘർഷണം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നമുക്കൊരു എക്സ്പെരിമെന്റ് നോക്കാം. Take a wooden block, an ice block, and a rubber piece of the same mass. Allow them to slide down an inclined plane. The area in contact with the inclined surface should be equal in all cases. അതായത് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ മാസമുള്ള മരക്കട്ട, ഐസിൻ്റെ കട്ട, റബ്ബർ കഷ്ണം എന്നിവ എടുക്കുക. ഇവ ഒരു ചെരിഞ്ഞ പ്രതലത്തൂടെ നിരങ്ങി നീങ്ങാവുന്ന അനുവദിക്കുക. ചെരിവ് തലവുമായി സമ്പർക്കത്തിൽ വരുന്ന ഭാഗത്തിൻ്റെ പരപ്പളവ് തുല്യമാകുന്ന രീതിയിൽ വേണം ക്രമീകരിക്കാൻ. നിരീക്ഷണം നമ്മുടെ സയൻസ് ഡയറിയിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് നിരീക്ഷിക്കുന്നത്? ഐസ് കട്ട വേഗം താഴെ എത്തുന്നുണ്ട് അല്ലേ? റബ്ബർ കഷ്ണം സാവധാനമാണ് താഴെ എത്തുന്നത്. അതായത് സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ സ്വഭാവം ഘർഷണബലത്തെ സ്വാധീനിക്കുന്നു അല്ലേ? സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ സ്വഭാവം
ഘർഷണബലത്തെ സ്വാധീനിക്കുന്നു. ദ നേച്ചർ ഓഫ് ദി സർഫസ് ഇൻ കോണ്ടാക്ട് ഇൻഫ്ലുവൻസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. അല്ലേ? നെക്സ്റ്റ് ഒരു എക്സ്പെരിമെന്റ് കൂടി ചെയ്ത് നോക്കാം. ടേക്ക് സം വാട്ടർ ഇൻ എ ഗ്ലാസ് ജാർ ആൻഡ് എ ഡ്രോപ്പ് എ റൗണ്ട് സ്റ്റോൺ ആൻഡ് എ ഷാർപ്പ് എഡ്ജഡ് സ്റ്റോൺ ഓഫ് ഈക്വൽ മാസ് ഇൻ ടു ദ വാട്ടർ. വിച്ച് വൺ ഫോൾസ് ഡൗൺ ഫാസ്റ്റർ? അതായത് ഒരു ഗ്ലാസ് ജാറിൽ വെള്ളമെടുത്ത് തുല്യമാസുള്ള ഒരു ഉരുണ്ട കല്ലും രണ്ടറ്റവും കൂർത്ത കല്ലും വെള്ളത്തിൽ നിന്ന് താഴേക്ക് ഇടുക. ഏതാണ് വേഗത്തിലേക്ക് താഴേക്ക് പോകുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് താഴേക്ക് പോവുക? കൂർത്ത കല്ല് വേഗത്തിൽ താഴെ എത്തുന്നു. കാരണം അതിൻ്റെ ആകൃതി ഘർഷണത്തെ കുറയ്ക്കുന്നു. അതിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് എത്തുന്ന ഏതാണ്? കൂർത്ത അഗ്രമുള്ള ഷാർപ്പ് എഡ്ജായിട്ടുള്ള കല്ലാണ്, അല്ലേ? ഫ്രം ദിസ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ ഷേപ്പ് ഓഫ് ദി ഒബ്ജെക്റ്റ് അഫക്ട്സ് ദ ഫ്രിക്ഷൻ. ആകൃതി, അതായത് ഒരു വസ്തുവിൻ്റെ ആകൃതി അതിൻ്റെ ഘർഷണത്തെ കുറയ്ക്കുന്നു. ഓക്കെ, ചലിക്കുന്ന വസ്തുവിൻ്റെ ആകൃതി ഘർഷണബലത്തെ സ്വാധീനിക്കുന്നു. അപ്പോൾ ഘർഷണബലത്തെ സ്വാധീനിക്കുന്ന രണ്ട് ഇതെന്താണ്? സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങളുടെ സ്വഭാവം ഘർഷണബലത്തെ സ്വാധീനിക്കുന്നു. ചലിക്കുന്ന വസ്തുവിൻ്റെ ആകൃതി ഘർഷണബലത്തെ സ്വാധീനിക്കുന്നു. ഫസ്റ്റത്തെ എന്താണ്? ദ നേച്ചർ ഓഫ് ദി സർഫസസ് ഇൻ കോണ്ടാക്ട് ഇൻഫ്ലുവൻസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. നെക്സ്റ്റ് എന്താണ്? ദ ഷേപ്പ് ഓഫ് ദി ഒബ്ജെക്റ്റ് അഫക്ട്സ് ദ ഫ്രിക്ഷൻ. ഓക്കെ, ഇനി നമ്മുടെ രണ്ട് കൈപ്പത്തികൾ തമ്മിൽ കൂട്ടിയിഴസുമ്പോൾ ഘർഷണം അനുഭവപ്പെടുന്നത് കണ്ടിട്ടില്ലേ? കൈകളിൽ എണ്ണ പുരട്ടി കൂട്ടി തിരുമിയാൽ വേഗം തെന്നി നീങ്ങുന്നതായിട്ട് കാണാം. ഇതിൽ നിന്നും എണ്ണ പുരട്ടുമ്പോൾ ഘർഷണം കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? കൈപ്പത്തികൾ നമ്മൾ ഉരസുമ്പോൾ നല്ലോണം ഘർഷണം അനുഭവപ്പെടുന്ന പോലെ തോന്നും. എണ്ണ പുരട്ടിയിട്ട് നമ്മൾ കൈ തമ്മിൽ റബ്ബ് ചെയ്താലോ അല്ലെങ്കിൽ നല്ലോണം തിരുമ്മി കഴിഞ്ഞാലോ പെട്ടെന്ന് തെന്നി നീങ്ങുന്നതായിട്ട് കാണാം. ഇതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാം? ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എണ്ണ. അപ്പം എണ്ണ പുരട്ടുമ്പോൾ ഘർഷണം കുറയുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. സോ സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥങ്ങളാണ് സ്നേഹകങ്ങൾ അഥവാ ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് സബ്സ്റ്റൻസസ് ദാറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ കോണ്ടാക്റ്റിംഗ് സർഫസസ് ആർ ലൂബ്രിക്കൻസ്. We have seen that friction occurs when our palms are rubbed together. If oil is applied on the hands and rubbed together, they slip quickly, right? From this, it can be assumed that friction is reduced when the oil is applied. അല്ലേ? സോ ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സ്നേഹകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്സ്റ്റൻസസ് ദാറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ കോണ്ടാക്റ്റിംഗ് സർഫസസ് ആർ ലൂബ്രിക്കൻസ്. അതായത് ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസസ് അല്ലെങ്കിൽ വസ്തുക്കളെയാണ് എന്ന് പറയുന്നത് ലൂബ്രിക്കൻസ് എന്ന് പറയുന്നത്. അതിനുള്ള എക്സാമ്പിളുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ കണ്ടു ചെയ്ത് ഓയില്, നെക്സ്റ്റ് ഗ്രീസ്, ഇല്ലേ? സൈക്കിളിലും കാര്യങ്ങളിലൊക്കെ വെഹിക്കിൾസിലൊക്കെ നമ്മൾ അതിൻ്റെ ചങ്ങല തിരിയാൻ വേണ്ടി ഗ്രീസ് ഉപയോഗിക്കുന്നുണ്ട്. ഗ്രാഫൈറ്റ്, അതും ഒരു ഘർഷണം കുറയ്ക്കുന്നതിനുള്ള ഒരു ലൂബ്രിക്കൻ്റാണ്. ഓക്കെ, ഗ്രാഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഗ്രാഫൈറ്റ്. ഉയർന്ന താപനിലയിലുള്ള യന്ത്രഭാഗങ്ങൾക്കിടയിൽ സാധാരണയായിട്ട് ഗ്രാഫൈറ്റ് ആണ് സ്നേഹകമായിട്ട് ഉപയോഗിക്കുന്നത്. എന്താണ് സ്നേഹകമായിട്ട് ഗ്രാഫൈറ്റ് ഉപയോഗിക്കണമെന്ന് ചോദിക്കും. ഗ്രാഫൈറ്റ് ഈസ് എ സോളിഡ് ലൂബ്രിക്കൻറ്റ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ ദ ലൂബ്രിക്കൻറ്റ് ബിറ്റ്വീൻ മെഷീൻ പാർട്സ് അറ്റ് ദ ഹൈ ടെമ്പറേച്ചർ. നെക്സ്റ്റ് വരുന്നതാണ് ഒരു ബോൾ ബെയറിങ്സ്. കണ്ടിട്ടുണ്ടാവും വണ്ടികളിലൊക്കെ, അല്ലേ? വാഹനങ്ങളിൽ ടയറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിത് കണ്ടിട്ടുണ്ടാവും. അതായത് ആക്സിലുമായിട്ടുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബോൾ ബെയറിങ്സ് യൂസ് ചെയ്യുന്നത്. ബോൾ ബെയറിങ്സ് ആർ യൂസ്ഡ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ വിത്ത് ആക്സിലുകളുമായിട്ട് ഉള്ള ഘർഷണം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബോൾ ബെയറിങ്സ് യൂസ് ചെയ്യുന്നത്. കണ്ടോ ചിത്രത്തിൽ? ഇതാണ് ബോൾ ബെയറിങ്സ്. ഇതൊക്കെ എന്താണ്? സ്നേഹകങ്ങൾക്ക് ഉദാഹരണമാണ്. നെക്സ്റ്റ് എന്താണ്? വൈ ആർ എയർപ്ലെയിൻസ് ആൻഡ് ബോട്ട്സ് മെയ്ഡ് ഇൻ എ സ്പെഷ്യൽ ഷേപ്പ്? അതായത് എന്തുകൊണ്ടാണ് വിമാനവും തോണിയൊക്കെ ഒരു പ്രത്യേക ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്നത്? അറിയോ? അതായത് ദ മെത്തേഡ് ഓഫ് റെഡ്യൂസിങ് ഫ്രിക്ഷൻ ബൈ ചേഞ്ചിങ് ദ ഷേപ്പ് ഈസ് കോൾഡ് സ്ട്രീം ലൈനിങ്. അതായത് ഘർഷണം കുറയ്ക്കത്തക്ക വിധം ആകൃതി വ്യത്യാസപ്പെടുത്തുന്നതിനെ ധാരാരഹിതമാക്കൽ അല്ലെങ്കിൽ സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നു.
ഘർഷണം കുറയ്ക്കത്തക്ക വിധം ആകൃതി വ്യത്യാസപ്പെടുത്തുന്നതിനെ ധാരാരഹിതമാക്കൽ അല്ലെങ്കിൽ സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നു. അതായത് ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് അതിൻ്റെ ആകൃതിയെ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത്. സോ അതിനെ എന്ത് പറയുന്നു? ധാരാരഹിതമാക്കൽ, അതല്ലെങ്കിൽ സ്ട്രീം ലൈനിങ് എന്ന് പറയുന്നു. ഇങ്ങനെ ഘർഷണം കുറയ്ക്കുന്നതിനുള്ള മറ്റു മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മോട് ചോദിച്ചിട്ടുണ്ട്. വേരിയസ് വേസ് ടു റിഡ്യൂസ് ഫ്രിക്ഷൻ. എന്താണ്? പോളിഷിംഗ് ദ സർഫസ്, ലൂബ്രിക്കേഷൻ, യൂസിങ് ബെയറിങ്സ്, സ്ട്രീം ലൈനിങ്. എന്തൊക്കെയാണ്? ഒന്നും കൂടി വായിക്കാം. പ്രതലം മിനുസപ്പെടുത്തുന്നത്, യന്ത്രഭാഗങ്ങൾക്കിടയിൽ സ്നേഹകങ്ങൾ ഉപയോഗിക്കുന്നത്, ബെയറിങ്ങുകൾ ഉപയോഗിക്കുന്നത്, ആകൃതി വ്യത്യാസപ്പെടുത്തുക, ധാരാരഹിതമാക്കൽ, ഇതെല്ലാം ഘർഷണം കുറയ്ക്കുന്നതിനുള്ള മാർഗങ്ങളാണ്. ഓക്കെ, ഇനി നമുക്ക് ലെറ്റ്സ് അസസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ കാർ സ്റ്റാർട്ട്സ് ഫ്രം എ ആൻഡ് റീച്ചസ് ബി വിച്ച് ഈസ് 75 meter away. The uniform speed of the car is 25 meter per second. Another car with a uniform speed of 30 meter per second start from A and reaches B through C. Which car will be reach the first destination? അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാറ് എയിൽ നിന്ന് പുറപ്പെട്ട് 75 മീറ്റർ അകലെയുള്ള ബി എന്ന ബിന്ദുവിൽ എത്തുന്നു. ചിത്രത്തിൽ നോക്കുക കേട്ടോ. കാറിൻ്റെ വേഗം 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് 30 മീറ്റർ പെർ സെക്കൻഡ് വേഗമുള്ള മറ്റൊരു കാറ് എയിൽ നിന്ന് പുറപ്പെട്ട് സിയിൽ കൂടി ബിയിലെത്തുന്നു. ഏത് കാറായിരിക്കും ആദ്യം ബിയിലെത്തുക എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് എന്താ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം എന്തൊക്കെയാണ് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതുക. ഫസ്റ്റ് എന്താ? ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഫസ്റ്റ് കാർ എന്താ? 75 മീറ്റർ. സ്പീഡ് എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സെക്കൻഡ് കാർ എത്രയാണ്? എയിൽ നിന്ന് ബിയിലേക്ക് എത്തുന്നത് ത്രൂ സി ആണ്. അപ്പോൾ എങ്ങനെയാണ് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക? 50 മീറ്റർ പ്ലസ് 70 മീറ്റർ ഈസ് ഈക്വൽ ടു 120 മീറ്റർ. ഓക്കെ, സ്പീഡ് എത്രയാണ്? 30 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ടൈമാണ് കാണേണ്ടത്. ഓക്കെ, ടൈം ടേക്കൺ ബൈ ദ ഫസ്റ്റ് കാർ എത്രയാണ്? ഡിസ്റ്റൻസ് ബൈ ടൈമാണ് നോക്കേണ്ടത്. അപ്പോൾ എത്രയാണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. എത്രയാണ് ഡിസ്റ്റൻസ്? എത്രയാണ്? 75 മീറ്റർ. ഫസ്റ്റ് കാറിന് 75 മീറ്റർ ബൈ 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ 3 സെക്കൻഡ് ആണ്. നെക്സ്റ്റ് ടൈം ടേക്കൺ ബൈ ദ സെക്കൻഡ് കാർ എങ്ങനെയാണ്? ഇതുപോലെ തന്നെ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് കാണാം. ഈക്വൽ ടു എത്രയാണ്? 120 മീറ്റർ ബൈ 30 മീറ്റർ പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 4 സെക്കൻഡ്. സോ ഏത് കാറാണ് ഫസ്റ്റ് എത്തിയിട്ടുണ്ടാവുക? ഫസ്റ്റ് കാർ അല്ലേ? സോ ഫസ്റ്റ് കാർ റീച്ചസ് ദ ഡെസ്റ്റിനേഷൻ ഫസ്റ്റ്. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ബസ് സ്റ്റാർട്ട്സ് ഫ്രം സി ആൻഡ് റീച്ചസ് ഡി ഇൻ 7 seconds. If the uniform speed of the bus is 50 meter per second, find the distance from C to D. അതായത് ഒരു ബസ് സിയിൽ നിന്ന് പുറപ്പെട്ട് 7 സെക്കൻഡ് കൊണ്ട് ഡി എന്ന ബിന്ദുവിൽ എത്തുന്നു. ഓക്കെ, ബസ്സിൻ്റെ സമവേഗം 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. യൂണിഫോം സ്പീഡ് എന്ന് പറയുന്നത് 50 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എങ്കിൽ സിയിൽ നിന്നും എത്ര ദൂരെയാണ് ഡി എന്ന് കണ്ടെത്തുക. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഴുതാം. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? ടൈം ടേക്കൺ ടു ട്രാവൽ എത്രയാണ്? 7 സെക്കൻഡ്. സ്പീഡ് ഓഫ് ദി ബസ് എത്രയാണ്? 50 മീറ്റർ പെർ സെക്കൻഡ്. സോ ഡിസ്റ്റൻസ് ട്രാവൽഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 50 മീറ്റർ പെർ സെക്കൻഡ് ഇൻറ്റു 7 സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 350 മീറ്റർ. അപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത് 350 മീറ്റർ ആണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഡിസ്റ്റൻസിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ മതി, സ്പീഡ് ഇൻറ്റു ടൈം. ഓക്കെ, അത് വെച്ച് നമുക്ക് ബാക്കിയുള്ളതൊക്കെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് ടു ഹിയർ തണ്ടർ ഫ്രം 12,000 meter away? ദ സ്പീഡ് ഓഫ് ദി സൗണ്ട് ഈസ് 340 മീറ്റർ പെർ സെക്കൻഡ്. അതായത് 12,000 മീറ്റർ അകലെ നിന്നുള്ള ഇടിമുഴക്കം നമുക്ക് കേൾക്കാൻ എത്ര സമയം വേണ്ടി വരും? ശബ്ദത്തിൻ്റെ വേഗം എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം. ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 12,000 മീറ്റർ, 12,000 മീറ്റർ. സ്പീഡ് എത്രയാണ്? സ്പീഡ് ഓഫ് ദി സൗണ്ട് എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. സോ ടൈം ഈസ് ഈക്വൽ ടു, ടൈമിൻ്റെ ഇക്വേഷൻ എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. സോ 12,000 മീറ്റർ ബൈ 340 മീറ്റർ പെർ സെക്കൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 35.29 സെക്കൻഡ്. അപ്പോൾ 35.29 സെക്കൻഡ് കൊണ്ട് എന്താണ് നമുക്ക് ഇടിമുഴക്കത്തിലെ ശബ്ദം ഇവിടെ കേൾക്കാൻ സാധിക്കും.
12,000 കിലോമീറ്റർ എവയുള്ള ഇടിമുഴക്കത്തിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും. ഓക്കെ, മനസ്സിലായോ? 4th ക്വസ്റ്റ്യൻ, കംപ്ലീറ്റ് ദ പസിൽ ഗിവൺ ബിലോ. ഫോഴ്സിൻ്റെ ഒരു പ്രോപ്പർട്ടി ഇവിടെ തന്നിട്ടുണ്ട്. ബ്രിങ്സ് എ മൂവിങ് ഒബ്ജക്റ്റ് ടു റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളോട്, അതായത് ചലനാവസ്ഥയുള്ള വസ്തുവിനെ നിശ്ചലമാക്കുന്നു എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ക്യാൻ മൂവ് എ സ്റ്റേഷനറി ഒബ്ജക്റ്റ്. സ്റ്റേഷനറി ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ക്യാൻ ചേഞ്ച് ദ സ്പീഡ് ഓഫ് ദി മൂവിങ് ഒബ്ജക്റ്റ്. സ്പീഡ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ക്യാൻ ചേഞ്ച് ദ ഡിറക്ഷൻ ഓഫ് ദി മൂവിങ് ബോഡി. മൂവിങ് ബോഡിയുടെ ഡിറക്ഷൻ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ക്യാൻ ചേഞ്ച് ദ സൈസ് ഓഫ് ദി ഒബ്ജക്റ്റ്. സൈസ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻ ചേഞ്ച് ദ ഷേപ്പ് ഓഫ് ദി ബോഡി. ആകൃതിക്ക് വ്യത്യാസം വരുത്താൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഫോഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമ്മുടെ പാഠം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള പാഠമല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ടീച്ചർ അതിന് ഉള്ള ആൻസർ പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഇന്ന് പഠിക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇനി നമുക്ക് പുതിയ പാഠമായിട്ട് വീണ്ടും കാണാം. ബൈ. Please subscribe our channel, like, share, comment, and also enable the bell button to get the recent notifications.